വിൽക്കാനായി സൂക്ഷിച്ച ആനക്കൊമ്പുൾപ്പെടെയുള്ള വസ്തുക്കൾ കടവന്ത്രയിലെ വീട്ടിൽ നിന്ന് പിടികൂടിയ സംഭവത്തിലാണ് മനീഷ് കുമാർ ഗുപ്തയെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തത്. വൈൽഡ് ലൈഫ് ക്രൈം കൺട്രോൾ ബ്യൂറോയുടെ സഹായത്തോടെ വനംവകുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് DFO ജി പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഗുപ്തയെ അറസ്റ്റ് ചെയ്തത്. മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കാക്കനാട് നിന്നാണ് മനീഷ് ഗുപ്ത പിടിയിലാകുന്നത്. തുടക്കത്തിൽ പ്രതി കുറ്റം നിഷേധിച്ചു. സുഹൃത്തായ അങ്കമാലി സ്വദേശി ജോസിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ആനയുടെ കൊമ്പുകളാണ് തന്റെ വീട്ടിലുണ്ടായിരുന്നതെന്ന് മനീഷ് ഗുപ്ത മൊഴി നൽകി. ജോസിന്റെ അനുമതിയോടെയാണ് താനിവ സൂക്ഷിച്ചതെന്നും രേഖകളെല്ലാം ജോസിന്റെ പക്കലുമുണ്ടെന്നും ഇയാൾ പറഞ്ഞു. മാധ്യമങ്ങൾക്ക് മുന്നിലും മനീഷ് ഗുപ്ത ഇക്കാര്യം ആവർത്തിച്ചു. അതിന്റെ പൂർണ്ണമായ പേപ്പറും കാര്യങ്ങളെല്ലാം എന്റെ കയ്യിലുണ്ട്. പുള്ളി വന്ന് അപ്പിയർ ആയി കഴിഞ്ഞാൽ എന്റെ കാര്യങ്ങളെല്ലാം തെളിയും. ഇതിനകത്ത് വേറെ ഒരു രീതിയിലുള്ള ഇതിനകത്തൊരു കള്ളത്തരോ അതായത് ഒരു രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളില്ല. പിന്നെന്താന്ന് പറയുന്നുണ്ടെങ്കിൽ നിയമപ്രകാരം അത് എന്റെ കയ്യിൽ വെക്കാൻ പാടില്ല, അത് പുള്ളിയുടെ കയ്യിൽ ഇരിക്കണമായിരുന്നു. അതായത് ഒരു കുറ്റം മാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ. അതേസമയം ഗുപ്തയുടെ മൊഴി അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല. അനുമതിയില്ലാതെ സൂക്ഷിച്ച ആനക്കൊമ്പുകൾ വിൽക്കുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യമെന്നാണ് വനം വകുപ്പിന്റെ കണ്ടെത്തൽ. വീട്ടിൽ നിന്ന് മാൻകൊമ്പ് കണ്ടെടുത്ത സംഭവത്തിലും മനീഷ് കുമാർ ഗുപ്ത വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. ചന്ദനമുട്ടിയും 50 കുപ്പി വിദേശ മദ്യവും മനീഷ് ഗുപ്തയുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. മനീഷ് ഗുപ്തയെ കോടനാട് DFOയ്ക്ക് കൈമാറി. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.